ഹേ ഗൈസ്, അങ്ങനെ ഞാൻ ജോബിൽ കയറിയ ശേഷം എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, എങ്ങനെയാണ് ജോലിക്ക് കയറേണ്ടത്, അങ്ങനെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഒരു രജിസ്ട്രേഷൻ നമുക്ക് പറ്റിയ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു ഏജൻസി ത്രൂ ആണ് പോകുന്നതെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഏജൻസിയിലെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഞാൻ നാട്ടിലെവിടെയും കയറിയിട്ടില്ല, നിന്നിട്ടില്ല ജോബിനെവിടെയും. ഫസ്റ്റ് തന്നെ ഇൻ്റർവ്യൂ പാസ്സായി അവിടെ അറ്റൻഡ് ചെയ്തു, കിട്ടി. 2 ഹോസ്പിറ്റൽ കിട്ടിയിരുന്നു. ബട്ട് ഞാൻ കോകിലബൻ ഹോസ്പിറ്റലാണ് സെലക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോയിരുന്നു കോളേജിൽ. പിന്നീടാണ് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ നോക്കിയത്. ആദ്യം തന്നെ KMC രജിസ്ട്രേഷന് നമ്മളൊരു നല്ലൊരു ജെന്യൂനായിട്ടുള്ള ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് കൊടുത്തതിന് ശേഷമാണ് സ്ലോട്ട് കിട്ടുന്നത്. സ്ലോട്ട് കിട്ടിയാൽ വളരെ എളുപ്പമാണ്. ഞാനിപ്പം KMC വന്നത് കർണാടകയിൽ പഠിച്ചുകൊണ്ടാണ്. ഡിപ്പെൻസ് ആണ് ഏത് സ്റ്റേറ്റിലാണോ പഠിച്ചത്. ഇപ്പോൾ കേരളത്തിലാണ് KMC, മഹാരാഷ്ട്ര ആണെങ്കിൽ MNC, അതേപോലെയാണ്. അപ്പോൾ ഞാൻ സ്ലോട്ട് എടുത്തപ്പോൾ എനിക്ക് 50% എറർ കാണിച്ചായിരുന്നു. എന്നിട്ട് ഞാനവിടെ പോയിരുന്നു കർണാടകയിൽ. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് കൺഫേം ആവുക കിട്ടിയ ഹോസ്പിറ്റൽ ഇൻഡക്ഷൻ ക്ലാസ് ഉണ്ടാവും 1 മന്ത്. അതിനുശേഷം വേക്കൻസി റിസർവ് കയറ്റാണ്. ഓക്കെ, ബൈ.